അടുത്ത വട്ടം ബിഗ് ബോസിൽ ഞാനും പോകണം കേട്ടോ. ഞാൻ പോവാണേ ഇനി. അടുത്ത വട്ടം ബിഗ് ബോസിൽ 100 days ചലഞ്ച് ബിഗ് ബോസിലാണ് എൻ്റെ. ഞാൻ അടുത്ത വട്ടം ബിഗ് ബോസിൽ പോണം. നോ ബിഗ് ബോസ്. അതെത്ര പരിപാടിയാടാ നിനക്ക്? ബാക്കി എല്ലാവർക്കും അനുമോക്കൊക്കെ വേണ്ടിയിട്ട് നിനക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയാലോ, നമുക്ക് മാത്രം പറ്റൂലേ? അല്ല പിന്നെ 10 days തിരിച്ചു വരുമോ? എടാ 10 days തിരിച്ചു വരുമോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ ആഴ്ചയും എൻ്റെ RP കാണുന്ന ഓഡിയൻസ് 10,000 പേര് എനിക്ക് വോട്ട് തരും. ഇല്ല, ഈ കുണ്ണുങ്ങൾ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യമേ വോട്ട് തരാതെ പുറത്താക്കും, ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. നീയൊക്കെ അത് ചെയ്യും, എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. എനിക്ക് ഒരു ഭാഗത്തുനിന്ന് അതിൽ 100% ഉറപ്പാണ്. നിന്റെ ഒന്നും വോട്ടരയ്ക്ക് കിട്ടൂല. ഞാൻ അവിടെ നിന്ന് ലവ് ട്രാക്ക് പിടിച്ചാൽ ഡിവോഴ്സ് ആവും. പിന്നെ വേറെ എന്ത് പിടിക്കാൻ പറ്റും? പിന്നെ അല്ലെങ്കിൽ ഫാമിലിയുടെ കണ്ണിലുണ്ടി ആവണം. ബിഗ് ബോസ് കുറിയൊക്കെ തൊട്ട് ആ സാധനല്ലേ, അതൊക്കെ പിടിച്ച് അങ്ങനെ വല്ലതും നിൽക്കേണ്ടി വരും. PR നമ്മൾ ചെയ്തു തരാമോ? എടാ ഞാനിത് പറഞ്ഞ ഒഫൻസീവ് ആയിട്ട് തോന്നില്ല. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം കേട്ടോ, നമുക്ക് ഗെയിമിലോട്ട് കയറാവേ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ PR എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇത് തമ്മിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ വർഷമാണ്. അതായത് ഇൻസൈഡിലെ സാധനം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് PR എന്ന് പറഞ്ഞ് ഇത് എന്നൊക്കെ ഇത് ബിഗ് ബോസിൽ മാത്രമാണ് PR ഉള്ളതെന്നാണ് നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? ഗൈസ്, എല്ലാവർക്കും PR ഉണ്ട്. സിനിമ നടന്മാർക്ക്, നടിമാർക്ക്. ഞാനൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എയർപോർട്ടിന്റെ വെളിയിൽ സിനിമ നടന്മാർ വരുമ്പോൾ പോയി ഫോട്ടോ എടുക്കുന്നത്, ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടി. മനസ്സിലായ? PR ഒക്കെ എല്ലായിടത്തും ഉണ്ടറാ. ഇത് ഈ വർഷമാണ് ഇതിനകത്ത് വന്നതെന്നുള്ളൂ. എത്രയൊക്കെ PR ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാലേ ഈ PR ചെയ്യുന്നവർക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ? മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കൂല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് വിന്നേഴ്സിനൊക്കെ. ഇവിടെ ബിഗ് ബോസ് ഭയങ്കര ചർച്ചയാണ് ഇവിടെയൊക്കെ. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പൊക്കെ ചെന്നപ്പോഴേ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇത് വന്നതിൻ്റെ അന്ന്, റിസൾട്ട് വന്നതിന് അന്ന് ചത്ത വീട് പോലെയായിരുന്നു. അതുവരെ ഞാൻ നോക്കുമ്പോൾ തലേന്ന് വരെ അനുമോളുടെ പോസ്റ്റ് 4 പേര് വാരി എറിയും, കുറച്ച് കഴിയുമ്പോൾ അനീഷിന്റെ പോസ്റ്റ് 4 പേര് വാരി എറിയും. കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അനീഷ് ഫാൻസ് ആയിരുന്നു കൂടുതൽ. ഈ റിസൾട്ട് വന്നിട്ട് അത് മരണ വീട് പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ശുഭദിനമൊക്കെ ഇട്ട് അമ്മാവന്മാർ പോയി. ഭയങ്കര പ്രശ്നം, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ഡിപ്രഷൻ. അതിന്റെ താഴെ എനിക്ക് ഇൻഫ്ലുവൻസർ B വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടപ്പോൾ ആ മൈരും ചാവട്ടെ അതായിരുന്നു അവരുടെ. പക്ഷെ അവർക്ക് അപ്പോഴും ബിഗ് ബോസിന്റെ ആ ഒരു ഇതിൽ നിൽക്കണം അവര്. മനസ്സിലായ? ഞാൻ ഈ വട്ടത്തെ ബിഗ് ബോസ് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. എന്താ പറയാ, ഇന്നാള് ജയിച്ചെന്ന് തോറ്റവരൊന്നും. പക്ഷെ ഒരു കാര്യം റീസെന്റ്ലി അറിഞ്ഞ ഒരു കാര്യത്തിലൂടെ എനിക്കൊരു വിഷമം പ്രകടിപ്പിക്കാനുണ്ട്. ആസ് എ CSK ഫാൻ, ജഡേജ പോയത് എനിക്ക് ഭയങ്കര വിഷമമായി. സഞ്ജു ഒബ്വിയസ്ലി ടീമിൽ വന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊരു CSK ഫാൻ എന്നുള്ള രീതിയിലും മലയാളി എന്നുള്ള രീതിയിലും സഞ്ജു CSKയിൽ വന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഒരു സന്തോഷം തന്നപ്പം ഒരു നല്ല വിഷമം അതിൻ്റെ കൂടെ തന്നത് ജഡേജയെ ടീമിൽ നിന്ന് കൊണ്ടുപോയത് എനിക്ക് വിഷമമായി. നിങ്ങൾ ബാക്കിയുള്ള ഫാൻസിനൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വിഷമമായി.